അപ്പം വെൽക്കം വൺസ് അഗെയിൻ. ഇന്നത്തെ നമ്മുടെ വെളിപാടിൻ്റെ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം, നമ്മൾ ഇതുവരെ കഴിഞ്ഞത് വെളിപാടിൻ്റെ, നമ്മൾ കഴിഞ്ഞ സെഷൻ നോക്കിയത് വെളിപാടിൻ്റെ ചാപ്റ്റർ 12 ആയിരുന്നു അല്ലേ. ചാപ്റ്റർ 12ഉം 13ഉം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ ഇസ്രായേലിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 ചാപ്റ്ററുകളാണ് ഈ 12ഉം 13ഉം. ഈ 12ഉം 13ഉം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെക്കുറിച്ചും ഇസ്രായേൽ ജനതയെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകും. നമുക്കൊരു മിസ്സിങ് ലിങ്ക് പോലെ തോന്നും. നമ്മൾ 12ാം അധ്യായത്തിൽ ഒരു കാര്യം കണ്ടു, ഒരു വലിയ രണ്ട് അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുവാൻ സാധിച്ചു അല്ലേ. അതിലൊരു അടയാളം, അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അടയാളത്തിൽ ഒരു സർപ്പമുണ്ടായിരുന്നു, ഒരു ചുവന്ന അല്ലേ, ദ റെഡ് ഡ്രാഗൺ. അപ്പം ആ സ്ത്രീ ആരാ നമ്മൾ പഠിക്കുവാൻ സാധിച്ചു. അത് ഇസ്രായേലാണ് നമുക്ക് മനസ്സിലായി. ആ ഇസ്രായേൽ ജന്മം നൽകുന്ന യേശു ക്രിസ്തു എന്നൊരു ആൺകുട്ടി ഉണ്ട്. ആ ആൺകുട്ടി എടുക്കപ്പെടുകയും ആൺകുട്ടിയുടെ കയ്യിൽ ഒരു ഇരുമ്പ് കോലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതേ സമയത്ത് നമുക്ക് മനസ്സിലായ വേറൊരു കാര്യമുണ്ട്, ഒരു ചുവന്ന സർപ്പം അല്ലെങ്കിൽ ചുവന്ന ഡ്രാഗനെ കുറിച്ച് നമ്മൾ നോക്കി. ചുവന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ റെഡ് എന്ന് ചോദിച്ചാൽ, റെഡ് ഡിനോട്ട്സ് ഡെത്ത്, മരണമാണ്. ദൈവത്തിൻ്റെ മക്കളുടെ രക്തം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന സർപ്പമാണ്. സോ ഡെത്ത് അതിനെ കാണിക്കുന്നതാണ് ആ ചുമന്ന കളർ. അപ്പം നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി, ഈ പിശാചിനും ഒരു ട്രിനിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. ആ ട്രിനിറ്റിയിലെ നമ്മൾ ആദ്യത്തെ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അതിൻ്റെ വേറെ 2 വ്യക്തികൾ, അതിൻ്റെ 2 ഭാഗങ്ങൾ, പിശാച് ഉപയോഗിക്കുന്ന 2 വ്യക്തികൾ ഏത് എന്ന് ഇന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററും വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ഡാനിയലിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഡാനിയലിൻ്റെ ആ പുസ്തകം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സും ആക്ച്വലി വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ. നിങ്ങൾക്ക് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഡാനിയൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഈ ഡാനിയലിൻ്റെ അല്ലെങ്കിൽ വെളിപാടിൻ്റെ 13ാം അധ്യായം കൊണ്ട് നമുക്ക് മനസ്സിലാവും. റൈറ്റ്, ഓക്കെ. അപ്പോൾ നമുക്ക് 13ാം അധ്യായം നമുക്ക് വായിക്കാം. വെളിപാടിൻ്റെ 13ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ 10 കൊമ്പുകളും 7 തലകളും കൊമ്പുകളിൽ രാജമുടികളും തലയിൽ ഭൂഷണനാമങ്ങളും ഉള്ള മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആര്, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. അപ്പോൾ ഇവിടെ ഒരു മൃഗം കടന്നു വരികയാണ്. അത് എവിടെ നിന്നാണ് കടന്നു വരുന്നത്? കടലിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ കടലിൽ നിന്ന് കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കടലെന്ന് പറയുന്നത് ജാതികളാണ്, അല്ലെങ്കിൽ ജാതികളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ജാതികളെയാണ്. എപ്പോഴും കടലെന്ന് ബൈബിളിൽ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ജാതികളെയാണ്. അപ്പം ജാതികളിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് ഇത് ആക്ച്വലി. ഈ ലോകം വളരെ പ്രയാസത്തിൽ കൂടെയും സമാധാനമില്ലാതെയും വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം ഉത്തരം നൽകുന്ന, ഇതിനെല്ലാം മറുപടിയുമായിട്ട് വരുന്ന ഒരു സ്വച്ഛാധിപതിയാണ് ഈ ആദ്യത്തെ മൃഗം. ഈ ആദ്യത്തെ മൃഗം വളരെ മിടുക്കനായിരിക്കും. പല കാര്യങ്ങളിൽ അസാധ്യമായ കഴിവുകൾ ഉള്ള ഒരു മനുഷ്യനായിരിക്കും. ഈ മനുഷ്യനെന്ന് പറയുമ്പോഴും ദൈവം ഈ വ്യക്തിയെ കാണുന്നത് മൃഗമായിട്ടാണ്, മനുഷ്യനായിട്ടല്ല കാണുന്നത്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എതിർ ക്രിസ്തുവാണ്. ഈ ആദ്യത്തെ മൃഗം എന്ന് പറയുന്നത് ഈസ് ദ
ആൻറ്റി ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി. യേശു ക്രിസ്തു എങ്ങനെയാണോ സ്വർഗത്തിലെ പിതാവിൻ്റെ പൂർണ്ണത ഒരു മനുഷ്യനിൽ വന്നതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് മനുഷ്യനും ദൈവവുമായിരുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണ രൂപമായിരുന്നു യേശു ക്രിസ്തു. അതേപോലെ പിശാചിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ ആദ്യത്തെ മൃഗം അല്ലെങ്കിൽ എതിർ ക്രിസ്തു. അവൻ്റെ ആ പിശാചിൻ്റെ കംപ്ലീറ്റ് ഇമേജ്, കംപ്ലീറ്റ് പവർ, അതെല്ലാം വരുന്നത് ഈ ആദ്യത്തെ മൃഗം എന്ന് പറയുന്ന എതിർ ക്രിസ്തുവാണ്. അപ്പോൾ എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു? കടലിൽ നിന്ന് വരുന്നു. കടലിൽ നിന്ന് വരുന്ന ജാതികളായ മനുഷ്യരിൽ നിന്ന് വരുന്ന ഒരു മൃഗം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു സ്വച്ഛാധിപതിയാണിത്. ഈ സ്വച്ഛാധിപതിക്ക് വളരെ കഴിവുകളുണ്ട്. കാരണം എന്തുവാ? 10 കൊമ്പുകളുണ്ട് ഇവന്. 10 കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാരാണ്. 10 രാജാക്കന്മാർ ഇവരുടെ കയ്യിലുണ്ട്. 7 തലകൾ അല്ലെങ്കിൽ 7 രാജ്യങ്ങൾ. ഇത് ഏകദേശം ഒരു യൂറോപ്യൻ യൂണിയൻ പോലത്തെ ഒരു കാര്യമായിരിക്കാം. അതിനെ ഒന്നിപ്പിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. അവരിൽ നിന്ന് വരുന്ന, അവരെ എല്ലാം ഒന്നിപ്പിച്ച് വരുന്ന ഒരു സ്വച്ഛാധിപതി ആയിരിക്കാം ഈ ആദ്യത്തെ മൃഗം. അപ്പോൾ 10 കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാരുടെ ബാക്കിംഗ് ഉണ്ട്, 7 രാജ്യങ്ങളുണ്ട്, 10 കിരീടങ്ങളുണ്ട്. അപ്പോൾ ആ അതോറിറ്റിയെ കാണിക്കുന്നതാണ് ഈ 10 കിരീടങ്ങൾ. ഈ 10 കിരീടങ്ങൾ വെറുതെ വെച്ചേക്കുന്നതല്ല, അവന് അതിനുള്ള കഴിവ് കൊടുത്തിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അവൻ്റെ തലകളിൽ പലത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവദൂഷണമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവനെ കാണാൻ, അവനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അവനെ കാണാൻ ഒരു പുള്ളിപ്പുലിയെ പോലെ ഇരിക്കും, ലെപ്പേർഡിനെ പോലെ ഇരിക്കും. അവൻ്റെ കാല് കരടിയുടെ പോലെ ഇരിക്കും, എന്നാൽ വായ് സിംഹത്തിൻ്റെ പോലെ. അതായത് ഈ പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ വളരെ വേഗതയോടെയാണ് ഇവൻ മൂവ് ചെയ്യാൻ പോകുന്നത്. ഇവൻ്റെ ഓരോ പ്രവൃത്തിയും വളരെ ഫാസ്റ്റ് ആയിരിക്കും, വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് പുള്ളിപ്പുലിയെ പോലെ. കരടിയുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ വളരെ ബലമുള്ള കാലുകളാണ്. കരടിയുടെ ഒരു അടി എന്ന് പറഞ്ഞാൽ വളരെ ബലമുള്ള, പലതിനെ തകർക്കുന്ന കൈയാണ് ഇവൻ്റെ കാലുകൾ. വളരെ ബലിഷ്ഠമായ കാലുകളെ കാണിക്കുന്നതാണ് കരടി. വളരെ പവർഫുൾ ആയിരിക്കും ഈ മൃഗം. പിന്നെ സിംഹത്തിൻ്റെ വായ്, അതായത് ഒന്നിനെയും പേടിക്കാത്ത ഒരു വായാണ്. ദൈവത്തിനെയും ദൂഷണം പറയും, ദൈവമായിട്ട് ബന്ധിക്കുന്ന എല്ലാത്തിനെയും ദൂഷണം പറയും. അതായത് ഒരു മിസ്റ്റർ ബിഗ് മൗത്ത് എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്തും വിളിച്ച് പറയാൻ യാതൊരു ഭയവുമില്ലാത്ത ഒരു മൃഗം എന്ന് ചോദിച്ചാൽ ഇത് ആദ്യത്തെ മൃഗമാണ്. അപ്പോൾ പുള്ളിപ്പുലിയെ പോലെ ഇരിക്കും, കരടിയുടെ കാലുകൾ, സിംഹത്തിൻ്റെ വായ്. വളരെ ഫാസ്റ്റ് ആയിരിക്കും, വളരെ സ്വിഫ്റ്റ് ആൻഡ് ഫാസ്റ്റ്, സ്ട്രോങ് ആൻഡ് ബോൾഡ്. ഇതാണ് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം. വളരെ ആരെയും വകവയ്ക്കാത്ത ഒരു ക്യാരക്ടറാണ്. എന്നാൽ വളരെ ഒരു മിലിറ്ററി ജീനിയസ് ആകാം. ഒരു മിലിറ്ററി ഹെഡാണ്. മിലിറ്ററി ഹെഡ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് അല്ല. ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുമ്പോൾ മിലിറ്ററിക്ക് മേൽ അധികാരമുള്ള ഒരു വ്യക്തി. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്. കാരണം വളരെ പല രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗർ തന്നെയാണ്. ഒരു ഡിക്റ്റേറ്റർ പോലെ, ഒരു സ്വച്ഛാധിപതിയാണ്. പക്ഷേ ഈ വ്യക്തിക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രങ്ങൾ ഈ വ്യക്തിയെ കേൾക്കുവാൻ തന്നെ റെഡിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ലോകം കടന്നു പോകുന്ന പല സാഹചര്യങ്ങൾക്കും മറുപടിയുണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്. സമാധാനം കൊണ്ടുവരാനും പല വ്യത്യസ്തമായ രീതിയിൽ കൂടെ ആണെങ്കിൽ പോലും ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരുവാൻ ഈ വ്യക്തിക്ക് കഴിയും. ഈ വ്യക്തിക്ക് ഇസ്രയേൽ വരെ അല്ലെങ്കിൽ അവിടെ വരെ അറബ് മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളിൽ പോലും സമാധാനം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പം ഈ വ്യക്തിക്ക് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളും ഈ വ്യക്തി പറയുന്നത് കേൾക്കുകയും അല്ലെങ്കിൽ കേൾക്കേണ്ടി വരികയും ചെയ്യും. കാരണം 3 കാര്യങ്ങളാണ് ഈ മഹാസർപ്പം അല്ലെങ്കിൽ ഡ്രാഗൺ ഈ മൃഗത്തിന് കൊടുക്കുന്നത്. ഒന്ന്, ആ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഡ്രാഗൻ്റെ ശക്തി കൊടുക്കുന്നു. പിന്നെ അവൻ്റെ സിംഹാസനം കൊടുക്കുന്നു, അവൻ്റെ അധികാരം കൊടുക്കുന്നു. ഇത് ഈ സെയ്റ്റൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്ന ഈ ഡ്രാഗൺ സ്വർഗീയ പിതാവിനെ പോലെ അഭിനയിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അവൻ മറുഭാഗത്ത് നിന്ന് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അതായത് സ്വർഗീയ പിതാവ് തൻ്റെ അധികാരം, സിംഹാസനം, ശക്തിയും യേശു ക്രിസ്തുവിന് കൊടുക്കുന്നത് പോലെ ഈ ഡ്രാഗൺ ഈ 3 കാര്യങ്ങൾ കൊടുക്കുന്നത് ഈ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ഈ ആദ്യത്തെ മൃഗത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തിയുണ്ട്, സിംഹാസനമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ ഇതെല്ലാം ഉപയോഗിക്കുവാൻ
അനുവദിക്കുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. കാരണം 42 മാസത്തേക്കാണ് ഈ അധികാരം ഉപയോഗിക്കാൻ അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. അവനെ അനുവദിക്കുകയാണ്. അതായത് ദൈവമാണ് നമ്മുടെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവ് അനുവദിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അവൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. 42 മാസം അത് അവന് കൊടുത്തിരിക്കുകയാണ്. അതാണ് വീണ്ടും വീണ്ടും പറഞ്ഞ അധികാരം പ്രയോഗിക്കാൻ അനുവദിച്ചു എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് അവനെ ഏറ്റവും അധികം വരാൻ പോകുന്നത് ഇസ്രായേൽ ജനതയോടും പിന്നെ ദൈവത്തിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു വ്യക്തിയുടെ നേരെയാണ്. ആദ്യം മുതലേ പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള വംശം അല്ലെങ്കിൽ ഒരു ജനത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ജനതയാണ്. ആദ്യം മുതലേ അവരെ വിഴുങ്ങുവാൻ പല തവണ അവൻ നോക്കി. അവൻ ഡ്രാഗനാണ്. അവൻ പല തവണ അതിനെ വിഴുങ്ങുവാൻ നോക്കി, സാധിച്ചില്ല. പക്ഷേ ഇനിയും വീണ്ടും നോക്കുകയാണ്. അവൻ സ്വർഗത്തിൽ തന്നെ അവന് അധികാരം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ്റെ വൈരാഗ്യവും ദേഷ്യവും ആ ഇസ്രായേൽ ജനതയോട് അവൻ എതിർക്കാൻ പോകുന്നത്. അവൻ്റെ സകല ദേഷ്യവും അവരുടെ മേൽ ചൊരിയാനാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ ദൈവമായിട്ടുള്ള എന്ത് ബേസുള്ളവരെയും അവൻ തകർക്കുവാൻ നോക്കും. അപ്പം 42 മാസത്തേക്ക് അധികാരം ലഭിച്ചു. നമുക്കിനി അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ളത് വായിക്കാം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മതി. അതായത് ഈ പിശാച് എന്ന് പറയുന്ന ഈ ഡ്രാഗണും ഈ ആദ്യത്തെ മൃഗവും ഇനി രണ്ടാമതൊരു മൃഗം കൂടെ വരുന്നുണ്ട്. ഈ മൂവരും ശ്രമിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ പിശാചിന് ആരാധന കൊടുക്കുക എന്നുള്ളതാണ്. ആരാധന ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർ അവരെ നമസ്കരിക്കണമെന്നും അവരെ ആരാധിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്വർഗത്തിൽ അവന് കിട്ടാതെ പോയ ആ ആരാധന അവൻ ഭൂമിയിൽ പിടിച്ചെടുക്കുവാൻ നോക്കുകയാണ്. അവനെ ആരാധിക്കാതെ ഇരിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ഈ കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്തവർ അല്ലെങ്കിൽ പേരെഴുതിയവർ അവനെ ആരാധിക്കുകയില്ല. ബാക്കി എല്ലാവരും അവനെ ആരാധിക്കും, അല്ലെങ്കിൽ ആരാധിക്കാനുള്ള വഴി അവനുണ്ടാക്കും. അതായത് അവർ മനസ്സുകൊണ്ട് ആരാധിക്കണമെന്നാണ് നിർബന്ധമില്ല. അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുട്ടുകുത്തി തന്നെ നിൽക്കണം. അതായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമൊന്നുമല്ല. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഓർത്തുകൊള്ളുക, സീസറിൻ്റെ ഒരു കാലമാണ്. സീസറിനെ നമസ്കരിക്കാത്തവർ, സീസറിനെ തൊട്ട് സീസർ ദൈവം ആണ് എന്ന് പറയാത്തവരെ കൊന്നൊടുക്കുന്ന ഒരു കാലമായിരുന്നു യോഹന്നാൻ എഴുതിക്കൊണ്ടിരുന്ന കാലം അത് തന്നെയാണ്. അതായത് ഈ സീസറിനെ നമസ്കരിക്കാത്തവർ മരണപ്പെടുകയും സീസറിനെ നമസ്കരിക്കുന്നവർക്ക് മുന്നോട്ട് ബിസിനസ് ചെയ്യുവാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് യോഹന്നാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപമെന്ന് പറയുമ്പോഴാണ് ഈ അന്ത്യകാലത്ത് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും പുതുതായിട്ട് വന്ന കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ സഭ ഇത് പണ്ടേ കടന്നു പോയതാണ്. ഇതിനെ എല്ലാം കടന്ന് തന്നെയാണ് ദൈവസഭ ഇന്ന് എണ്ണിച്ച് നിൽക്കുന്നത്. ഇനിയും ആ ജനം മുന്നോട്ട് തന്നെ പോവും. ആ മുട്ടുമടക്കാത്തവർ, ഈ പിശാചിൻ്റെ മാർക്ക് ഏൽക്കാത്തവർ, മുദ്ര ഏൽക്കാത്തവർ മുന്നോട്ട് തന്നെ നിൽക്കും. അവർ മരണപ്പെടും, കൊല്ലപ്പെടും, അതൊക്കെ ശരി. പക്ഷേ അവർ മുട്ടുമടക്കുകയില്ല. അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ദൈവസഭ അതിലെത്ര ചെറുതായാലും എത്ര വലുത് തന്നെയായാലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വസ്തർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ ഭ്രമിക്കേണ്ട. ഈ പിശാച് എന്ത് തന്നെ ശ്രമിച്ചാലും ഇതൊക്കെ ചെയ്യുന്നത് ആരാ? അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്തവരാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്തവരോ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചൊരു വരവ് ഇല്ല. അതായത് പിശാചിൻ്റെ മുദ്ര ഏറ്റവർ, അല്ലാതെ അവനെ നമസ്കരിച്ചവർ, പിന്നെ ഒരു തിരിച്ചു വരവില്ല. അതും ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഈ പുള്ളിപ്പുലി, കരടി, സിംഹം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇത് വീണ്ടും ഞാൻ പറയുന്ന പോലെ ഇത് വെളിപാടിൽ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമല്ല. ഇതിന് മുമ്പ് ഡാനിയൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ ഡാനിയലിൻ്റെ പുസ്തകം ഇത് എവിടെയാണെന്ന് വരുന്നു ചോദിച്ചാൽ, ഡാനിയലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഒരു ഇൻ്റർവെല്ലിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഒരു പോസ് വരുന്നുണ്ട്. അതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഡാനിയലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 26. അഭിഷിക്തൻ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലാതാകും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടി ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രഭു വരുന്നുണ്ട്, അല്ലേ? ഒരു പ്രഭു. ആ പ്രഭുവിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ നേരത്തെ വായിച്ചത്. ഏതാ? ഒരു ലെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതായത് പുള്ളിപ്പുലി, കരടി, സിംഹം. അപ്പോൾ ഇത് ഒന്നും കൂടെ നമുക്ക് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഡാനിയലിൻ്റെ പുസ്തകം ഇത് വളരെ മനോഹരമായിട്ട് ഓൾറെഡി ഡാനിയൽ വളരെ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാനിയലിൻ്റെ പുസ്തകം 7-ാം അധ്യായം നമുക്ക് അതിൻ്റെ 1 മുതൽ വായിക്കാം. അതിൻ്റെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് 1 മുതൽ ഒന്ന് വായിക്കാം. ഡാനിയലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ 1 മുതലൊന്ന് വായിച്ചോളൂ. ബാബിലോൺ രാജാവായ ബേൽഷസ്സറിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ പറഞ്ഞത്, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് കണ്ടു. അപ്പോൾ വ്യത്യസ്തങ്ങളായ 4 വലിയ മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യമായിരുന്നു. അതിന് കഴുകന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറകുകൾ പറഞ്ഞുപോയി. അതിനെ ഭൂമിയിൽ നിന്ന് ഉയർത്തി മനുഷ്യനെ പോലെ പാദങ്ങളിൽ നിർത്തി. അതിനൊരു മാനുഷ ഹൃദയവും കൊടുത്തു. രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചും നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകൾ ഉണ്ടായിരുന്നു. മൃഗത്തിന് 4 തലകളും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് അവശേഷിച്ചത് കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുൻപ് കണ്ട സകല മൃഗങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമായിരുന്നു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൃഗത്തെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. കാരണം എന്തുവാ? നേരത്തെ നമ്മൾ വായിച്ചു അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൃഗം മറ്റേനേക്കാൾ വളരെ വ്യത്യാസമുള്ള ഒരു മൃഗം തന്നെയാണ് ഡാനിയൽ പറയുന്നത്, അല്ലേ? അതിന് വളരെ ഘോരവും ഭയങ്കരവും അതിബലവുമായ ഒരു മൃഗമാണിത്. അപ്പം മറ്റേ മൃഗങ്ങളെപ്പോലെയല്ല, ഇത് ഒരു വളരെ ഇൻറ്റൻസ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു മൃഗമാണ്. അതിഘോരം വളരെ ബലം ഓൾറെഡി അതിന് ഉണ്ട്. അപ്പോൾ ആ കൊമ്പുകളുടെ ഇടയിൽ കൂടെ വേറൊരു കൊമ്പ് കയറി വരികയാണ്. അപ്പോൾ 8 വായിച്ചോ. ഞാൻ ആ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ 3 എണ്ണം വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വമ്പ് പറയുന്ന വായും ഈ കൊമ്പുകളും നമ്മൾ നേരത്തെ പറഞ്ഞ മൃഗത്തിന് വളരെ വളരെ സിമിലറാണ്, അല്ലെങ്കിൽ സെയിം ആണ്. കാരണം അതിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ ഓർഡർ എന്തുവാ? അതായത് പുള്ളിപ്പുലി, കരടി, സിംഹം. ഇവിടെ വന്നത് ഓർഡർ എങ്ങനെ? ആദ്യം വന്നത് ഏതാ? ആദ്യം വന്ന സിംഹം, പിന്നെ കരടി. അതായത് റിവേഴ്സ് ഓർഡർ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഡാനിയൽ അതായത് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണ്. യോഹന്നാൻ ഫ്യൂച്ചറിൽ നിന്ന് ആക്ച്വലി ബാക്കിലോട്ട് നോക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ റിവേഴ്സ് ഓർഡർ പറയുന്നത്. ഡാനിയൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് സിംഹം, കരടി, സിംഹം, കരടി, പുള്ളിപ്പുലി എന്നാണ്. മറ്റേ നേരെ തിരിച്ച് ആദ്യം കാണുന്ന പുള്ളിപ്പുലി, പിന്നെ കരടി, പിന്നെ സിംഹം. അപ്പോൾ ആ 2 പേരും കാണുന്ന ഒരേ സ്ഥാനത്തെയാണ്, പക്ഷേ പല റലത്തിൽ നിന്നും പല യുഗത്തിൽ നിന്നും അതിനെ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊമ്പുള്ള ഒരു സ്ഥാനത്തിൽ നിന്ന് വേറൊരു കൊമ്പ് കയറി വരികയാണ്. അതായത് 10+1 ഒരു 11 കൊമ്പുള്ള കാര്യം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ 7-ാം അധ്യായം
അതിൻ്റെ 17 മുതൽ 25 വരെയുള്ള വായിക്കാം. നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഈ 4 മൃഗങ്ങൾ? അപ്പോൾ ഈ 4 മൃഗങ്ങളെന്ന് പറയുമ്പോൾ 4 രാജ്യങ്ങളുമാണ്. ആ രാജ്യങ്ങളെ നയിക്കുന്ന രാജാക്കന്മാരുമാണ്. ആ സ്പിരിറ്റ്സാണ്, മനസ്സിലായോ? ആ രാജ്യങ്ങളെ നയിക്കുന്ന രാജാക്കന്മാരും, അതായത് ദ പേഴ്സൺ, അതായത് ആ മനുഷ്യനും ആ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ മനുഷ്യൻ തന്നെയാണ് ആ രാജ്യം, ആ രാജ്യം തന്നെയാണ് ആ മനുഷ്യൻ. കാരണം ഇത് രണ്ടിനെയും നയിക്കുന്ന ഏതാണ്? ആ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെയാണ് ഈ ലെപ്പേർഡ്, ബെയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ 17 മുതൽ 25 വരെ വായിക്കാം. ആ 4 വലിയ മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. എന്നാൽ മറ്റു സകല മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളും ഉള്ളതും അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും അവശേഷിച്ചത് കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ചുള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിച്ചു. അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പുകൾ വീഴ്ത്തിക്കളഞ്ഞതും കണ്ണും വമ്പ് പറയുന്ന വായുള്ളതും മറ്റ് കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വലിപ്പമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചും തന്നെ. ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം തന്നെ. അവൻ പറഞ്ഞത്, 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിക്കുവാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തുകളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവർക്കു ശേഷം മറ്റൊരുവൻ എഴുന്നേൽക്കും. അവൻ മുൻപുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. അവൻ അത്യുന്നതനായവനെതിരായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും കഴിയുന്നതുവരെ അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 26 കൊണ്ട് വായിക്കാം. എന്നാൽ ന്യായവിസ്താര സഭ സമ്മേളിച്ച് അവന്റെ ആധിപത്യം എടുത്തു കളയും. അത് അവസാനം വരെ നശിപ്പിച്ച് മുടിക്കും. അപ്പോൾ ഈ ഒരു മൃഗവും തന്നെയാണ് വെളിപാടിൽ കാണുന്ന ആ മൃഗം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം ആ മൃഗത്തിന് എത്ര കൊമ്പുണ്ട്? അപ്പം ഈ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗത്തിന് എത്ര കൊമ്പുണ്ട്? 10 കൊമ്പില് പിന്നെ ഒന്നും കൂടെ വരും, പിന്നെ 3 അപ്പം 11 കൊമ്പാണ്, മറ്റേനേക്കാൾ അടിച്ചു കളയുവാണ്. അപ്പം അവൻ കാണിക്കുന്ന 10 ആണെങ്കിൽ അവന് 11 കൊമ്പുണ്ട്. ഈ 10നെ ഒന്നിച്ച് നിർത്തുന്ന ഒരു വ്യക്തിയും ആ 10ൽ നിന്ന് കയറി വരുന്ന അടുത്തൊരു കൊമ്പും കൂടിയാണ് അവനാണ് ആ 11ാമത്തെ കൊമ്പ്. എന്നാൽ ഈ 10ൻ്റെ ശക്തിയും 10നെ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയും, എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനും ശക്തനുമായ ഒരു കൊമ്പാണ് ഇവൻ്റെ ഇരിക്കുന്ന 11 കൊമ്പ്. അപ്പോൾ ഈ മൃഗം എന്ന് പറയുന്നതിന് 11 കൊമ്പുണ്ട്. അപ്പം ഇനി ഇവരെല്ലാം രാജാക്കന്മാരാണെന്ന് മനസ്സിലായി അല്ലേ? നമുക്കതിൻ്റെ വെളിപാടിൻ്റെ ഭാഗം, ഇതെല്ലാം ഡാനിയലിൻ്റെ ഭാഗമാണ് നമ്മൾ നോക്കി. ഇനി വെളിപാട് നോക്കാം. വെളിപാടിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം നോക്കാം. അവൻ 7 അടക്കന്മാരും ആകുന്നു. 5 പേർ പോയി, ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ കുറഞ്ഞ് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവൻ 7 പേരിൽപ്പെട്ടവനും തന്നെ ആ നഷ്ടത്തിലേക്ക് പോകുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവ 7 രാജാക്കന്മാരാകുന്നു, 5 പേര് വീണുപോയി, ഒരുവനുണ്ട്. അപ്പം അവർ 7 രാജാക്കന്മാരാകുന്നു, 5 പേര് വീണുപോയി, ഒരുവനുണ്ട്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാർ.
അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല, എന്നാൽ മൃഗത്തോട് ഒന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. ഇതേക്കുറിച്ച് നമ്മൾ വീണ്ടും 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഒന്നും കൂടെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഹിസ്റ്ററി അറിയണം. എന്താണ് ഈ 7 രാജാക്കന്മാർ, എപ്പോഴാണിത് വന്ന് 5 വീണുപോയി എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ലോകത്തിലെ ഇസ്രയേലുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ആദ്യം വന്ന സൂപ്പർ പവർ, ലെറ്റ്സ് സേ സൂപ്പർ പവർ എന്ന് വിളിക്കാം, ആദ്യത്തെ സൂപ്പർ പവർ ആയിരുന്നു ഈജിപ്റ്റ്. ഓക്കെ, ഈജിപ്തിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അസിറിയ വരുന്നത്. അസിറിയ വന്ന് ഒന്ന് മെച്ചപ്പെട്ട് വന്നപ്പോൾ, വളരെ നാൾ നിന്നപ്പോൾ അസിറിയയെ തകർത്തെറിഞ്ഞുകൊണ്ട് ബാബിലോൺ വന്നു. അതിന് ബാബിലോനെ തകർത്തെറിഞ്ഞുകൊണ്ട് പേർഷ്യ വന്നു. പേർഷ്യ ഏറ്റവും അവസാനം വിഴുങ്ങുന്നത് ഗ്രീസാണ്. ഗ്രീസിനെ വിഴുങ്ങുന്നതും റോമാണ്. പക്ഷേ റോമിൽ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, റോമിനെ പിന്നെ ആരും തകർക്കുന്നില്ല. അത് സ്വയം അങ്ങ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്, സ്വയം തകർന്നു പോവുകയാണ്, സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആരും റോമിനെ വിഴുങ്ങുന്നില്ല. പക്ഷേ ഈ രണ്ടാമത് വരുന്ന റോം, അതാണ് ഈ 10 കൊമ്പുള്ള മൃഗം വരാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ റോമാണ്. അതായത് 7 രാജാക്കന്മാരാകുന്നു. ഏതാ? 1, 2 ഈജിപ്റ്റ്, അസിറിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോം. മനസ്സിലായോ? അവരാണ് 7. അതിൽ 5 വീണുപോയി. ഇന്ന് ആ ഏറ്റവും വലിയ ആ സൂപ്പർ പവേഴ്സ് എല്ലാം വീണുപോയി. ഈജിപ്റ്റ് വീണുപോയി, അസിറിയ വീണുപോയി, ബാബിലോൺ വീണുപോയി, പേർഷ്യ വീണുപോയി, ഗ്രീസ് വീണുപോയി, റോം വീണുപോയി. പക്ഷേ ഈ റോമിൽ നിന്ന് വേറൊരാൾ വരികയാണ്. ഓക്കെ, അവർ 7 രാജാക്കന്മാരാകുന്നു. 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്. ഏതാ? റോം ആരെയും വിഴുങ്ങിയില്ല. റോമിനെ ആരും വിഴുങ്ങില്ല. റോം സ്വയം ഡിസിൻറ്റിഗ്രേറ്റ് ആണ്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ഏതാ? റോം 2 വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ ഒരു സമയത്തേക്ക് അവൻ വരും. ഈ 10 രാജാക്കന്മാരാണ് ഈ റോം വരുന്നത്. മനസ്സിലായി? ഈ പുതിയ റോം എന്ന് പറയുന്നത് 10 രാജാക്കന്മാർ ഒന്നിച്ച് വരുന്ന, ആ 10 രാജാക്കന്മാരെ ഒന്നിക്കുന്നതാണ് ഈ 11ാമത്തെ കൊമ്പ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ അവരുടെ എല്ലാം പവർ ഉൾക്കൊണ്ട് വരുന്ന ഒരു സാധനമാണ് ഈ അവസാനത്തെ വരുന്ന മൃഗം. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഈജിപ്റ്റ് വീണുപോയി, അസിറിയ വീണുപോയി 2, ബാബിലോൺ വീണുപോയി 3, പേർഷ്യ വീണുപോയി 4, ഗ്രീസ് വീണു 5. റോം വീണതല്ല, സ്വയം തകർന്നു പോയതാണ്. ആരെയും വിഴുങ്ങിയില്ല. അപ്പോൾ അതങ്ങ് ഇല്ലാതായെന്നേ ഉള്ളൂ. പക്ഷേ ഇല്ലാതായെന്ന് പറഞ്ഞാലും അവന് ഇല്ലാതായതെന്തുകൊണ്ടാണ്? അവന് തിരിച്ചു വരാൻ ഒരു വകുപ്പുണ്ട്. അപ്പോൾ അവൻ തിരിച്ചു വരുന്നത് ഇതിനെ ഈ 10 രാജാക്കന്മാരെ ഒന്നിപ്പിച്ച് വരുന്നതാണ് ഈ മൃഗം. അപ്പോഴത്തേക്ക് 7 മനസ്സിലായോ? എന്നാൽ ഈ 7 പേരെ ഒന്നിപ്പിക്കുന്ന അവൻ 8ാമത്തെ ആളായിട്ട് മാറുകയാണ്. അതാണ് അവൻ പറയുന്നത്. ഏത്? 7ന്റെ എല്ലാം അവനിലുണ്ട്, എന്നാൽ അവൻ 8ാമനാണ്. പിടികിട്ടിയോ ഞാൻ പറയുന്നത് എന്തുവാന്നു? അവനാണ് ഈ 11 കൊമ്പുമായിട്ട് വരുന്നത്. ഈ 11 കൊമ്പ് എന്തുവാ? 10 രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ ബലമുണ്ട് അവന്, അവൻ്റെതായ ഒരു കൊമ്പുമുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് നമ്മൾ ബാക്കിയെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഏതാ? നമ്മൾ ഈ റോം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റോം വരെ ഉള്ളത് വീണ് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന റോം 2 ആണ്. ഈ റോം 2 എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ പോലൊരു കാര്യമാണ്. 10 രാജാക്കന്മാരുണ്ട്, 7 രാജ്യങ്ങൾ കാണും. അവരെ ഒന്നിപ്പിച്ച് വരുന്ന ഒരു സ്വച്ഛാധിപതി. ആ സ്വച്ഛാധിപതിക്ക് എല്ലാവർക്കും ഉള്ള സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് തന്നെ നമ്മുടെ ലോകം വളരെയേറെ പ്രശ്നങ്ങളോട് കടന്നു പോവുകയാണ്. ഇനി വരുന്ന ഒരു 10-15 വർഷം വളരെ നിർണായകമായ വർഷമാണ്. കാരണം AI എല്ലാ ഭാഗങ്ങളും ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ AI ഏറ്റെടുക്കുമ്പോൾ തന്നെ വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന AI ഏകദേശം 10 വർഷം മുമ്പ് ഇലോൺ മസ്ക്, സാം ഓൾട്ട്മാൻ, ഇതിൻ്റെ പുറകിലുള്ള 3 വ്യക്തികൾ വളരെ വ്യക്തമായി പറഞ്ഞത് ഇത് ലോക അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ AI. എന്നാൽ തന്നെ ആരാണ് ഈ AI ഏറ്റവും കൂടുതൽ മുന്നോട്ട് ഈ ടെക്നോളജിയിൽ ഏറ്റവും മുന്നോട്ട് നയിക്കുന്നോ അവരായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ അവരിലായിരിക്കും. എന്നാൽ തന്നെയും
ഒരു 80%, 10 വർഷം മുമ്പ് അവർ പറഞ്ഞു ഒരു 80-90% ലോക അവസാനം വരെ എത്തിക്കും. ഇപ്പോൾ അവർ ഒരു 10% വരെ അത് ലോകത്തിൻ്റെ അവസാനം വരെ എത്തിക്കും. അവർക്കെല്ലാം അതറിയാം. എന്നാൽ തന്നെയും ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? അതായത് ഈ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ ഭൂതത്തിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? അവർ കുപ്പിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, AI ഇറങ്ങിപ്പോയി. ഇനി ആർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അവരായിരിക്കും ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഒരു വലിയൊരു മുന്നേറ്റമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ലോകത്ത് പലയിടത്ത് വളരെ പ്രയാസങ്ങളുണ്ടാവും, കഷ്ടതകളുണ്ടാവും, സമാധാനമില്ലാതെ ഉണ്ടാകുമ്പോൾ ഇതിനെയെല്ലാം ഒന്നിപ്പിച്ച് വരുന്ന ഒരു യുണീക്ക് സൊല്യൂഷൻ കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഈ സ്വച്ഛാധിപതി എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ എതിർ ക്രിസ്തു. ഇവരുടെ മെയിൻ ഉദ്ദേശം എല്ലാവരും അവനെ ആരാധിക്കണം. ആരാധന മസ്റ്റാണ്. എല്ലാവരും അവരെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ അവർ പറയിപ്പിക്കും. അതിനാണ് രണ്ടാമത്തെ ആൾ വരുന്നത്. അതായത് ഈ ഫസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ബീസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ് ആണെങ്കിൽ, രണ്ടാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ എതിരെ നിൽക്കുന്ന ഒരാളാണ്. പരിശുദ്ധാത്മാവ് എന്താണ് എപ്പോഴും ചെയ്യുന്നത്? ഒരു വിശ്വാസിയിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഇമേജിനെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അവനോട് അനുരൂപനായി തീരുവാനാണ് പരിശുദ്ധാത്മാവ് ഓരോ ദൈവം പൈതലിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി അവൻ്റെ അതായത് മീഡിയ മിനിസ്റ്റർ എന്നാണ് പറയാം. അവൻ്റെ മെയിൻ ജോലി മീഡിയ കൺട്രോൾ ചെയ്ത് ഇവനെക്കുറിച്ച് ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചും ആദ്യത്തിൻ്റെ മൃഗത്തിനെക്കുറിച്ച് പൊക്കി പറയുക. അവനെ മീഡിയ കൺട്രോൾ ചെയ്യുന്ന മീഡിയ പ്രൊപ്പഗൻഡ മിനിസ്റ്ററാണ് ഈ രണ്ടാമത്തെ വരുന്ന ഈ രണ്ടാം മൃഗം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മൃഗത്തിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ഒന്ന് വായിക്കാമോ? വെളിപാടിൻ്റെ 13-ാം അധ്യായം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ കഴിയാതെയും ആക്കുന്നു. ഇവിടെയാണ് ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ. അതിന്റെ സംഖ്യ 666. അപ്പോൾ ഇവിടെ ഈ മൃഗം ഇച്ചിരി വ്യത്യാസമുള്ള മൃഗം അല്ലേ? നേരത്തെ മറ്റേ കടലിൽ നിന്ന് വന്ന മൃഗമാണെങ്കിൽ ഇത് വരുന്നത് ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തിയോളജിയൻസ് പറയുന്നു ഈ വ്യക്തി ഒരു പക്ഷേ യഹൂദൻ വരെ ആകാം എന്ന് വരെ പറയുന്നവരുണ്ട്. നമുക്കറിയില്ല, കാരണം അത് ഭൂമിയിൽ നിന്ന് വരുന്നത് എന്നുകൊണ്ട് പറയുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഈ വ്യക്തിയെ ഇസ്രായേൽ സ്വീകരിക്കും. അത് വളരെ സ്പഷ്ടമാണ്. ഇസ്രായേൽ ഈ വ്യക്തിയെ സ്വീകരിക്കും. ഒരു പക്ഷേ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, മറ്റേതൊരു രാജ്യത്തെക്കാളിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പോൾ സമാധാനം ഒരു ട്രീറ്റി അതിന് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു മേജർ ക്യാരക്ടർ ഈ വ്യക്തിയായിരിക്കും. ഈ വ്യക്തിക്ക് ഒരു പൊളിറ്റിക്കൽ പവറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 കൊമ്പുകളുണ്ടെങ്കിലും കിരീടങ്ങൾ ഒന്ന് തന്നെ ഇല്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ല. പക്ഷേ അധികാരം ഉണ്ട്. ആര് അധികാരം കൊടുക്കുന്നു? ഒന്നാം മൃഗം. അപ്പോൾ ഒന്നാം മൃഗത്തിന് അധികാരം ആര് കൊടുത്തു? പിശാച് എന്ന ആ സർപ്പം അല്ലെങ്കിൽ ദ ഡ്രാഗൺ കൊടുക്കുന്നു. ആ അധികാരം തന്നെ ഒന്നാം മൃഗം എന്ത് കൊടുക്കുന്നു? രണ്ടാമത്തെ മൃഗത്തിന് കൊടുക്കുന്നു. പക്ഷേ ഈ മൃഗം
ഭൂമിയിൽ നിന്ന് വരുന്നത്. അവന് മഹാസർപ്പത്തിനെ പോലെ സംസാരിക്കും, പക്ഷേ കൊമ്പുകൾ കുഞ്ഞാടിനെ പോലെ. അതുകൊണ്ട് തന്നെയാണ് അനേകം പേര് ചതിക്കപ്പെടാൻ പോകുന്നത് ഈ കുഞ്ഞാടിനെ പോലെയുള്ള ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇസ്രായേൽ അവൻ്റെ വലയിൽ വീഴുന്നതും ആ സമാധാനത്തിൻ്റെ ഉടമ്പടിയിൽ ചെന്ന് വീഴുന്നതിനുള്ള കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഒന്നിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരതൊരു പക്ഷേ സ്വീകരിക്കുന്നതായിരിക്കാം. പക്ഷേ എല്ലാവരെയും ഇവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മൃഗത്തിനെ ആരാധിക്കുവാനാണ് ഈ രണ്ടാമത്തെ മൃഗം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒന്നാമത്തെ മൃഗത്തിൻ്റെ ഇമേജ്. അപ്പോൾ ഈ ഒന്നാമത്തെ മൃഗത്തിന് പക്ഷേ എന്തോ ഒരു അപകടം വരുന്നുണ്ട്. അവൻ്റെ ഒരു തല ഒരു മുറിവേൽക്കുന്നുണ്ട്. അത് നമുക്ക് അതിനൊരു വലിയൊരു ക്ലൂ കിട്ടുന്നത് സെക്രിയാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലാണ്. സെക്രിയാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന പോഷനായ ഇടയെ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിന്മേലും വലങ്കണ്ണിന്മേലും വാൾ വരും. അവന്റെ ഭുജം അശേഷം വരണ്ട് വലങ്കണ്ണ് അശേഷം ഇരുണ്ടു പോകും. അപ്പം അവൻ്റെ വലത്തെ കണ്ണും കൈയും എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് പോലെ ആയിരിക്കാം അത്. അവർ ലോകം മൊത്തം ഈ മൃഗം മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ മൃഗം തിരിച്ചു വരികയാണ്, ഹീലിങ്ങോട്, അതായത് മരിക്കാതെ തിരിച്ചു വരികയാണ്. അത് ഭയങ്കര ഊർജം ഈ ജനങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ഈ മരിക്കാതെ അല്ലെങ്കിൽ ഇത്രയും മുറിവുണ്ടായിട്ടും മരിക്കാതെ തിരിച്ചു വരുന്ന ഈ മൃഗത്തിന് ഈ രണ്ടാമത്തെ മൃഗം മാക്സിമം പബ്ലിസിറ്റി കൊടുക്കും. എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ആ ആദ്യത്തെ മൃഗത്തിനെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ ആരാധിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവവിശ്വാസികളോട് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, അടയാളങ്ങളും അത്ഭുതങ്ങളും പുറകെ പോകരുത്. കാരണം ഇവനും ചെയ്തിട്ടുള്ളതാണ്, പണ്ട് മുതലേ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് മോശ വടിയിട്ട് പാമ്പാക്കിയപ്പോൾ ഈ ഫറവോൻ്റെ മജീഷ്യൻസും അത് തന്നെ ചെയ്തു. മോശ ചെയ്ത പല മിറക്കിൾസും പല സയൻസും അവരും ചെയ്യുകയുണ്ടായി. അത് വെറും ഒരു സാധാരണ മാജിക്ക് തന്നെയല്ല, അവർക്കുണ്ടായിരുന്ന ദുരാത്മാക്കളെ ഉപയോഗിച്ച് അവർ ചെയ്ത സയൻസ് ആൻഡ് വണ്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിനെ തേടി പോകുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം നോക്കി പോകരുത്. സത്യവചനമില്ലാത്ത സ്ഥലത്ത് വളരെയേറെ അടയാളങ്ങളും ഇതൊക്കെ സംഭവിക്കാം. പിശാചിനും അതേപോലെ എതിർ ക്രിസ്തുവിനെ പോലെ അഭിനയിക്കാൻ കഴിയും. എന്തിന്? യേശു ക്രിസ്തുവിന് മസീഹയാണെന്നതിലും ദൈവപുത്രനുമാണെന്ന് കാണിക്കാൻ വേണ്ടി അടയാളം ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു വിസമ്മതിച്ചു. എന്നാൽ ഇവിടെ ഈ മൃഗം മാക്സിമം പബ്ലിസിറ്റി ഒന്നാമത്തെ മൃഗത്തിന് കിട്ടേണ്ടതിന്, ആരാധന കിട്ടേണ്ടതിന് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് ഇറക്കുകയാണ്. അതായത് അവർ പറയുന്നത് ഒരു ഇമേജിന് അവൻ ജീവൻ കൊടുക്കുന്നുണ്ട്, അല്ലേ? മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് അല്ലെങ്കിൽ ആ ഇമേജിന് ജീവൻ നൽകുന്നുണ്ട്. അത് പല തിയോളജിയൻസ് പറയുന്നത്, അതായത് 2 വിറ്റ്നസ്സസിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അവരുടെ വായിൽ നിന്ന് വരുന്ന തീ, അവർ യെരൂശലേമിലും ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ 3.5 വർഷക്കാലം അവർ സംസാരിക്കാൻ പോവുക, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷ ചെയ്യാൻ പോവുക. ഈ 3.5 വർഷത്തിന് ശേഷം അവനോട് യുദ്ധം ചെയ്യുകയും അവരെതിരെ അവൻ ജയം കൈവരിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുമ്പോൾ അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ദൈവം അവരെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ അതിന് ബദലായി അവൻ ചെയ്യുന്ന ഒരു മിറക്കിളാണ് ഈ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളത്. അതായത് അവനും ഈ കഴിവുകളുണ്ട്, എനിക്കും ജീവൻ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബദലായുള്ള ഒരു മിറക്കിളായിരിക്കാം ഇത് എന്ന് വളരെയേറെ തിയോളജിയൻസ് പറയുന്നുണ്ട്. കാരണം മറ്റുള്ളവരെ ലോകം മൊത്തം കണ്ണഞ്ചിക്കുമ്പോൾ നിങ്ങളാരും കണ്ണഞ്ചിക്കണ്ട, എനിക്കും ഇതേ കഴിവുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വലിയ ഭാഗമായിരിക്കാം. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഭാഗമുണ്ട്, പിശാച് സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ ജനത്തിനെതിരെ കുറ്റം പറയുന്നത്, ദ അക്യൂസർ ഓഫ് ദ ബ്രദറൻ. അവൻ കുറ്റം പറയുന്നത് എന്തിനാ? തിരിച്ച് താഴെ വന്ന് ദൈവജനത്തിനെ ദ്രോഹിക്കുവാൻ വേണ്ടി അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവനെ ആരാധിക്കാത്തവരെ ദ്രോഹിക്കുക. സത്യദൈവത്തെ ആരാധിക്കുന്നവരും സത്യവചനം പിടിക്കുന്നവരും അവരുടെ എതിരെ ചെല്ലുക എന്നും അവരെ ദ്രോഹിക്കുക
എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് വേണം പറയാം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും പിശാചിൻ്റെ രണ്ട് കൈകൾ പോലെയാണ്. പിശാച് ഉപയോഗിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഈ വ്യക്തികൾ മാക്സിമം അന്നുണ്ടാകുന്ന ജനത്തിനെ ദ്രോഹിക്കും. ഏതാ? അവൻ്റെ മുദ്ര ഏൽക്കാത്തവർ. അതായത് ഇവർ കുറച്ച് കഴിഞ്ഞ് സമാധാനം, ഈ ആദ്യത്തെ മൃഗം സമാധാനമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവൻ ഇക്കോണമിക് റിഫോംസ് കൊണ്ടുവരാൻ തുടങ്ങും. അതായത് ആൾക്കാരുടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയും ആൾക്കാർ അവൻ്റെ മേൽ മുട്ടുകുത്താൻ വേണ്ടിയും പണ്ട് സീസർ ചെയ്തതുപോലെ സീസറിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി സീസർ ദൈവം എന്ന് വിളിക്കുന്നവർക്കേ ജോലിയും ശമ്പളവും കാര്യങ്ങളും മുന്നോട്ട് കിട്ടുകയുള്ളൂ. അതേ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് ഈ ആദ്യത്തെ മൃഗവും രണ്ടാമത്തെ മൃഗവും കൂടെ ചേർന്ന് അതങ്ങ് നടപ്പിലാക്കും. അതായത് നമുക്ക് അന്ന് ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും വാങ്ങിക്കുവാനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഈ മുദ്ര ഏറ്റുകഴിഞ്ഞാലേ മതിയാവും. അത് ഒരു കാര്യം ഓർക്കുക, അവൻ്റെ മുദ്ര നമ്മൾ അല്ലെങ്കിൽ അന്ന് ജീവിക്കുന്നവർ സ്വയമേവ എടുത്തേ മതിയാവും. ഇല്ലെങ്കിൽ അവരെ കൊല്ലുക തന്നെ ചെയ്യും. അപ്പം ഈ മൃഗത്തിൻ്റെ മുദ്ര എല്ലാവരും എടുക്കും. ഈ കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം അതിന് മുദ്ര എടുക്കും. ബാക്കി മുദ്ര എടുക്കാത്തവരെല്ലാം അവർ നിഗ്രഹിക്കും. പക്ഷേ ഇവിടെ ഒരു സംഖ്യയുടെ കാര്യം പറയുന്നുണ്ട് അല്ലേ? ഈ സംഖ്യ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ രസകരമായ പല ഡിബേറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഖ്യയെക്കുറിച്ച് ആദ്യം നമ്മൾ കേൾക്കുന്നത് ഡെബിറ്റ് കാർഡ് വന്നപ്പോഴാണ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും വന്നപ്പോൾ അവരാദ്യം പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് പിശാചിൻ്റെ മുദ്രയാണ്, ഇത് എടുക്കുന്നവർ നമ്മൾ പിശാചിൻ്റെ ആ മുദ്രയായി മാറും, ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞ് വലിയൊരു ഇതുണ്ട്. അതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഇത് നിങ്ങളുടെ നമ്പറാണ്, അത് പിശാചിൻ്റെ നമ്പറല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിശാചിൻ്റെ നമ്പറാണ് ആ വ്യക്തികൾ ഏറ്റെടുക്കുന്നത്. അല്ലാതെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ ക്രെഡിറ്റ് കാർഡോ ഈവൻ നമ്മുടെ സ്കാനർ വന്നപ്പോൾ, നമ്മുടെ ബാർകോഡ് വന്നപ്പോൾ, ആ ബാർകോഡിലൊരു കാര്യമുണ്ടായിരുന്നു. ആറാമത്തെ ഇതിലൊരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, കണ്ടോ 6ൻ്റെ കണക്ക് വെച്ചാണ് പോകുന്നത്, ബാർകോഡ് ഉള്ള ഒരു സാധനം ഉപയോഗിക്കരുത്, അത് പിശാചിൻ്റെ മുദ്രയാണ്. അതൊന്നും അല്ല പിശാചിൻ്റെ മുദ്ര. പലരും വർഷങ്ങളായിട്ടിരുന്ന് ഇതിൽ PhD എടുത്തിട്ട് ഏകദേശം എല്ലാ പേരുകളും 666 ആക്കി മാറ്റുന്നുണ്ട് അവർ. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്തോ പറയാ, ഈ നമ്പർ ഈ വ്യക്തികൾ പിശാചിൻ്റെ ആണെന്ന് മനസ്സിലാക്കി ഇത് ആദ്യത്തെ മൃഗത്തിൻ്റെയും രണ്ടാമത്തെ മൃഗത്തിൻ്റെയും നമ്പർ എന്ന് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന അവൻ്റെ നമ്പറാണ്. അല്ലാതെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഡെബിറ്റ് കാർഡ് നമ്പറോ ക്രെഡിറ്റ് കാർഡ് നമ്പറോ അല്ല. അറിയാതെ എന്തോ പറ്റിപ്പോകുന്ന ഒരു സംഭവമേ അല്ല. ഒരു ചോയ്സ് ഉണ്ട്, അത് എടുക്കാനും എടുക്കാതിരിക്കാനും. എടുത്താൽ നമുക്ക് മുന്നോട്ട് അന്ന് ജീവിക്കുന്നവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനും ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യുവാനുള്ള കാര്യങ്ങളുണ്ട്. ഇല്ലാത്തവർ മരിക്കും. അല്ലാതെ അറിയാതെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പലരും തലകുത്തനെ ഇരുന്ന് ഈ 666 ആരാണ്? ഇപ്പം ചിലർ ചോദിക്കും, ഇപ്പോൾ എതിർ ക്രിസ്തു ഉണ്ടോ? ഉണ്ട്. 100 വർഷം മുമ്പ് എതിർ ക്രിസ്തു ഉണ്ടായിരുന്നോ? ഉണ്ട്. 500 വർഷം മുമ്പ് എതിർ ക്രിസ്തു ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് മരിക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ യുഗത്തിലുണ്ട്. കാരണം എന്തുവാ? ദൈവജനം എന്നാണ് എടുക്കപ്പെടുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവൻ ഹിറ്റ്ലറിനെ കൊണ്ടുവരും. അവൻ്റെ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും അവൻ കൊണ്ടുവരും. അവൻ്റെ പ്രതിരൂപങ്ങളെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിശാച് എന്ന സർപ്പം എന്നും ഇസ്രായേൽ ജനതയെ വിഴുങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നും അത് അവൻ ഇന്നും ഇന്നലെ പെട്ടെന്നുണ്ടായി, ബൈബിൾ വായിച്ചതിൽ പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമില്ല. ആദ്യം മുതൽ അവൻ നോക്കുകയാണ് വിഴുങ്ങുവാൻ. അവൻ പിന്നെ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെടുമ്പോൾ, അവൻ ആക്സസ് നഷ്ടപ്പെടുമ്പോൾ അവൻ പൂർണ്ണ ക്രോധത്തോടെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് മാത്രം ദൈവജനത്തിൻ്റെ നേരെയും അന്ന് ഉണ്ടാകുന്ന ദൈവജനത്തിൻ്റെ നേരെയും ഇസ്രായേലിൻ്റെ നേരെയും. അപ്പോൾ ഈ മുദ്രയുടെ പേരിൽ നമ്മൾ തല വഹിക്കേണ്ട ആവശ്യമില്ല. അറിയാതെ വന്ന് വീഴുന്ന ഒരു മുദ്രയേ അല്ല അത്. ഇത് അവൻ്റെ നമ്പറാണ്, നമ്മുടെ നമ്പറല്ല. അത് ആ ജീവിക്കുന്ന വ്യക്തികൾ. എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ ഇത് സഭ ഇതിൽ കൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കട്ടെ. സഭ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മനുഷ്യൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടമാണ്. ആദ്യത്തെ 3.5 വർഷം പിശാചിൻ്റെ ക്രോധത്തിൻ്റെ സമയമെങ്കിൽ അവസാനത്തെ 3.5 വർഷം യഹോവയുടെ ക്രോധത്തിൻ്റെ, കുഞ്ഞാടിൻ്റെ ക്രോധത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇത് ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഇത്
നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ചിലർ ചോദിക്കുന്നുണ്ട് ബീമാ ജഡ്ജ്മെൻറ്റ്, അതായത് ദൈവത്തിൻ്റെ ജനത്തിനെ ഓരോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ ശോധന ചെയ്യുന്നതാണ്, അതിനൊത്ത റിവാർഡ് കൊടുക്കുന്നതാണ് ബീമാ ജഡ്ജ്മെൻറ്റ്. അതായത് ഓരോ വ്യക്തികളും പൈതലും ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് എക്സാമിൻ ചെയ്തിട്ട് അതിന് റിവാർഡ് കൊടുക്കുന്നതാണ് ബീമാ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ആ സമയത്തൊരു പക്ഷേ പിശാച് അവിടെ കാണും, കാരണം ഈ ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് കളങ്കമുണ്ടെന്നും അവളുടെ വസ്ത്രത്തിൽ വൃത്തികേടുണ്ടെന്നും അല്ലെങ്കിൽ അതിൽ കറ പറഞ്ഞിട്ടുണ്ടെന്നും എന്ന് വിളിച്ചു പറയുന്ന ഒരുവൻ അവനാണ്. അത് ദൈവം അവനെ എന്നേക്കുമായി വലിച്ച് ഇങ്ങോട്ട് എറിയുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇനി അവന് വളരെ വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അവന് പിന്നെ ഈ പറയുന്നതൊക്കെ ദൈവം അനുവദിച്ചു കൊടുത്ത കാര്യങ്ങൾ അവന് ചെയ്തേ മതിയാവും. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? രണ്ട് മൃഗങ്ങൾ അവൻ്റെ പിശാചിൻ്റെ രണ്ട് പ്രതിരൂപങ്ങളാണ്. ആദ്യത്തെ മൃഗത്തിനാണ് 10 തല അല്ലെങ്കിൽ 11 തലയുള്ളത്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന 7 രാജ്യങ്ങൾ, അതിൽ 5 രാജ്യങ്ങൾ ഇല്ല, തകർന്നുപോയി. 6ാമത്തെ രാജ്യം എന്ന റോം സ്വയം തകരുകയാണ് ചെയ്തത്. അതിൽ നിന്ന് വരാൻ പോകുന്ന 2ാമത്തെ റോമുണ്ട്. ആ 2ാമത്തെ റോമിൽ കൂടെ വരുന്നത് 10 രാജാക്കന്മാർ, അതാണ് 10 കൊമ്പുകൾ. 10 രാജാക്കന്മാരെ ഒന്നിച്ച് കൊണ്ടുവരുന്ന ഈ മൃഗം 11ാമത്തെ കൊമ്പായി. അവനാണ് പിന്നെ ആദ്യത്തെ മൃഗമായി എതിർ ക്രിസ്തുവായി. അതായത് ലോകത്തിന് സമാധാനവും ലോകത്തിന് വളരെയേറെ സൊല്യൂഷൻ കൊടുക്കുന്ന സ്വച്ഛാധിപതി. പക്ഷേ ഹി വിൽ ബി എ എക്കോണമിക് ജീനിയസ്, പൊളിറ്റിക്കൽ ജീനിയസ്. അവൻ സമാധാനം അവൻ്റേതായ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അത് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 2ാമത്തെ മൃഗം ഓർത്തോളണം, ഇത് ഭൂമിയിൽ നിന്ന് കയറി വരുന്നത്, മറ്റേത് ജാതികളിൽ നിന്ന് വരുന്നു, ഇത് ഭൂമികളിൽ നിന്ന് വരുന്നത്. ഈ വ്യക്തി ആയിരിക്കണം ഇസ്രയേൽ സ്വീകാര്യമായി അല്ലെങ്കിൽ അവൻ്റെ മീഡിയ മിനിസ്റ്ററായിട്ട് മുന്നോട്ട് വരുന്നതും. ഇസ്രായേൽ ഒരു പക്ഷേ ആ ചതിക്കുഴിയിൽ വീഴാനുള്ള കാരണം ഈ 2ാമത്തെ മൃഗമായിരിക്കും. പക്ഷേ ഈ 2ാമത്തെ മൃഗത്തിന് ഒരേ ഒരു അജണ്ടയേ ഉള്ളൂ, ആദ്യ ഭൂമിയിലുള്ള എല്ലാവരെയും കൊണ്ട് 1ാമത്തെ മൃഗത്തിനെ ആരാധിക്കുക എന്നുള്ളത്. അതിന് അവൻ ഉപയോഗിക്കുന്നതാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. ദൈവരാജ്യമോ പ്രവചനമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രവചനമാണ്. ദൈവവചനം പറയുന്നത് വള്ളിയോ പുള്ളിയോ തെറ്റാതെ, ഒരു ദിവസവും ഒരു നാഴിക പോലും മാറിപ്പോവാതെ അതിൽ എഴുതിയത് എല്ലാം സംഭവിക്കും. അല്ലാതെ സയൻസ് ആൻഡ് വണ്ടേഴ്സ് മാത്രമല്ല. ദൈവവചനം അതിന് ആർക്കും തടയുവാൻ സാധ്യമല്ല. അതിൽ എഴുതിയിരിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് പ്രവചനമാണ്, പ്രോഫസി. അതുകൊണ്ടാണ് യേശുക്രിസ്തു സകല പ്രവചനങ്ങളും നിവർത്തിക്കുവാൻ വേണ്ടി വന്നു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉപയോഗിച്ചാണ് സകല നിവാസികളെയും അവൻ വഞ്ചിക്കാനും അല്ലെങ്കിൽ പറ്റിക്കുവാൻ നോക്കുന്നത്. അവൻ എല്ലാവരെയും വഞ്ചിക്കുകയും എന്നിട്ട് ആദ്യത്തെ മൃഗത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രതിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്നുണ്ട്. അത് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ ജനം മറ്റ് 2 സാക്ഷികൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കാര്യം മറന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ഈ മൃഗം എന്ന് പറയുന്നത് വലിയൊരു പാർട്ടിയാണ്, അവനെ കൊല്ലാൻ പോലും നോക്കിയിട്ട് സാധിച്ചിട്ടില്ല, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. പലരും പറയുന്നുണ്ട് ഒരു പക്ഷേ അവൻ്റെ വലത്തെ കണ്ണും വലത്തെ കൈയും എഫക്റ്റഡ് ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്തൊരു ചിഹ്നം എല്ലാവരും ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ആ കണ്ണും ആ കൈയിനെ അവനുമായിട്ട് അങ്ങ് ചേരുകയാണ്. മനസ്സിലായി? എല്ലാവരും അവനെ ആരാധിച്ചിട്ട് അവർക്ക് അവനോട് ആരാധന തോന്നിയിട്ട് അത് ഏറ്റെടുക്കുകയാണ്. അവൻ്റെ കുറവുകൾ പോലും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ അവൻ ചെയ്യുന്നത് ഈ പ്രതിമയും ആദ്യത്തെ മൃഗത്തിനെയും ആരാധിക്കാത്ത എല്ലാവരെയും കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ഇതൊരു വളരെ വളരെ സംഭവബഹുലമായ ഒരു സമയമാണ്. വീണ്ടും എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സഭ ഇതിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. സഭ എടുക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തലപോയച്ച് 666 ആരായി എന്തുവാ ഒന്നും കണ്ടുപിടിക്കാൻ നോക്കണ്ട. കാരണം ആ സമയത്ത് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. അഥവാ നമ്മൾ അവിടെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഇനി 2ാമത്തെ അഭിപ്രായത്തിൽ, അതായത് സഭ ഇതിലൂടെ കടന്നു പോകും എന്നുള്ളതാണെങ്കിൽ സഭയ്ക്ക് യാതൊരു സംശയമില്ല ഇതിൽ എതിർ ക്രിസ്തു ആണോ ഇല്ലയോ എന്നുള്ളത്.
കാരണം അവൻ ഏറ്റവും അവസാനം നിൽക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നിട്ട് ഈ ഇമേജ് ഉണ്ടല്ലോ, ആ ഒന്നാമത്തെ മൃഗത്തിൻ്റെ ഇമേജ് കൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് അവൻ എന്നെ ആരാധിക്കാൻ പറയുന്നത്. ഈ പ്രതിമയും ഈ ഇമേജ് അവൻ അവിടെ വെച്ചിട്ട് പറയും, ഇനി മുതൽ ഇതാണ് നിൻ്റെ ദൈവം. അവിടെ നിന്നാണ് കളി മാറുന്നത്. അതുകൊണ്ട് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ആ സമയം കൊണ്ട് പിശാചിൻ്റെ മുദ്രയേൽക്കുകയും പിശാചിനെ ആരാധിച്ചവർക്ക് രക്ഷയില്ല. കാരണം അടുത്ത 3.5 വർഷം അത് ഏറ്റവരുടെ നേരെയും അതിൻ്റെ നേരെയുള്ള ദൈവക്രോധം ഇറങ്ങുകയാണ്. പിശാച് ആദ്യം വളരെ രസകരമായിട്ടൊക്കെ പോകും. ഈ സ്വച്ഛാധിപതി പറയുന്നതെല്ലാം അടിപൊളിയായിട്ട് പോകും, കാര്യങ്ങളെല്ലാവരും അന്തം വിടുമെങ്കിലും പിന്നീട് അവൻ്റെ രാജ്യത്തിന് ഏൽക്കാൻ പോകുന്ന പ്രഹരം അവൻ്റെ സകല അടിസ്ഥാനങ്ങളും തകർത്തുകൊണ്ട്, കണക്കൂട്ടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരുവൻ വരുന്നു, ഒരു വെള്ളക്കുതിരയിൽ. ആ ദൈവരാജ്യത്തിൻ്റെ സകല ശക്തി, സകല ക്രോധവും അവൻ്റെ രാജ്യത്തിന് ഇരുട്ടിലേക്ക് വിടുകയും അവൻ്റെ അവൻ്റെ കണക്കുകളിൽ തെറ്റിപ്പോവും. ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കും ഇവനെക്കൊണ്ട് രക്ഷയില്ല. ഇവൻ ആക്ച്വലി ഈ ആദ്യത്തെ മൃഗം കയറി വരുന്നത് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ബലത്തിലാണ്, ബാബിലോൺ. ആ ബാബിലോൺ അല്ലെങ്കിൽ ദ ഹാർലറ്റ് എന്ന് പറയുന്ന ആ വേശ്യയാകുന്ന ബാബിലോണിൻ്റെ ബലം കൊണ്ടാണ് ഈ ആദ്യം മൃഗം കയറി വരാൻ പോകുന്നത്. അവൻ ഫുൾ ബലത്തിൽ കയറി വരുമ്പോൾ അതിനെ ചവിട്ടിക്കളയും. പിന്നെ അവൻ്റെ സിസ്റ്റമാണ്, ഇവനെ പൊക്കി എടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ലോക സിസ്റ്റമാണ് ഈ ബാബിലോൺ. ഈ ബാബിലോൺ ഇവനെ പൊക്കി മേളോട്ട് കൊണ്ടുവന്ന് അവന് ഫുൾ പവർ കിട്ടിക്കഴിയുമ്പോൾ അവന് പിന്നെ ഈ ബാബിലോൺ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ആവശ്യമില്ല, അവൻ തന്നെ ചവിട്ടി ഇട്ട് കളയും. മനസ്സിലായി? ബാബിലോൺ അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇവനെ ഞാനാണല്ലോ കൊണ്ടുവന്ന് ഇരുത്തിയത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനായ എല്ലാ അധികാരവും എല്ലാ ആരാധനയും അവനിലേക്ക് വരാൻ വേണ്ടി അവനത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമേ, സത്യദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അടയാളങ്ങളും അത്ഭുതങ്ങളും പുറകെ പോകാതെ സത്യവചനം പഠിക്കുക. ഇനിയും നമുക്കധികം സമയമില്ല. നിങ്ങൾ സമയം ഏറ്റെടുത്ത് ഈ ഭാഗങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പല ലോക സംഭവങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് നമുക്ക് എണീക്കുക, ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കയറാം. ദൈവവചനം എന്ന വെളിച്ചം നമ്മളിലേക്ക് പകരട്ടെ. കാരണം നമ്മുടെ കണ്ണുകൾ തുറന്നില്ലെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോയെങ്കിൽ നമുക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും. അത് നിത്യത തന്നെയാണ്. നിത്യത നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയവരാണ്. നമ്മുടെ ശരീരം നിത്യതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നമ്മുടെ ദേഹി നിത്യതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്ന ഒരു സെല്ലെന്നാണ് അല്ലേ. അതായത് നിങ്ങളെല്ലാവരും നിങ്ങൾ പലരും മ്യൂസിഷ്യൻസ് ഉണ്ട് അല്ലേ. വയലിനിസ്റ്റ് ഉണ്ടായിരിക്കാം, കീബോർഡിസ്റ്റ് ഉണ്ടായിരിക്കാം, ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരിക്കാം, എല്ലാത്തിലും സ്കില്ലുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക. ആബ്സൊല്യൂട്ട് ഫാന്റാസ്റ്റിക്. അതായത് പൂർണ്ണ സ്കില്ലുള്ളവർക്ക് അവർക്ക് ഓരോരുത്തർക്കും ഈ പാട്ട് എങ്ങനെയാണ് പോകേണ്ടത് അവരവരുടെ ഭാഗങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് അവർ മാറിയിരുന്ന് വായിച്ചാൽ സിംഫണി ഉണ്ടാകുമോ? സംഗീതമുണ്ടാകുമോ? അതായത് വയലിനിസ്റ്റ് കളിക്കേണ്ട ആ പീസ് കൊടുത്തു, പിയാനിസ്റ്റ് വായിക്കുന്ന പീസ് കൊടുത്തു, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുത്തു. ഇത് സംഗീതമാകുന്ന എപ്പോഴാണ്? അതിൽ ഒരാൾ ഇതിനെ അതാണ് കണ്ടക്ടർ. ആ ഒരാൾ ഇതിനെ നിർത്തി എപ്പം ഏത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ അത് സംഗീതമാകത്തില്ല. അത് വെറും ഒരു അപശ്രുതി പോലെ ആവത്തേ ഉള്ളൂ. അവർ ഏറ്റവും മനോഹരമായി കളിക്കുന്നവരാണെങ്കിൽ പോലും അത് ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പവർ വേണം. അതായത് ഒരു അമ്മയുടെ ഉദരത്തിലൊരു സെല്ല്, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അതിൻ്റെ സെല്ലുണ്ടായി കഴിഞ്ഞപ്പോൾ അത് എപ്പോൾ എന്ത് ആദ്യം വരണം, ഏത് ഓർഗൻ വരണം, എന്താണ് ആദ്യം ഉണ്ടാകേണ്ടത് എന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആര്? എല്ലുകൾ എപ്പോൾ വരണം, ഓർഗൻസ് എപ്പോൾ വരണം, സ്കിൻ എപ്പോൾ വരണം, ഹാർട്ട് എപ്പോൾ വരണം എന്ന് അത് തന്നെ ഉണ്ടാകത്തില്ല. ലോകം സയൻസ് പോലെ അത് അംഗീകരിക്കും. അതായത് വെളിയിൽ നിന്നൊരു ഇൻപുട്ട് വരുന്നുണ്ട്, എവിടെ നിന്നൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. ആ ഇൻഫർമേഷൻ്റെ ഇടയിലാണ് ആ ദേഹി ഉണ്ടാകുന്നത്. ദേഹിക്ക് എത്രയാണ് വെയിറ്റ്? മനുഷ്യൻ്റെ ശരീരം നമുക്ക് തൂക്കി നോക്കാം, ദേഹിയുടെ വെയിറ്റ് ഏതാ? അതായത് സോഫ്റ്റ്വെയർ,
ഒരു ഹാർഡ്വെയർ ഉണ്ട്, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ, നിങ്ങളുടെ ലാപ്ടോപ്പ് ഹാർഡ്വെയർ ആണ്. സോഫ്റ്റ്വെയറിന് വെയിറ്റ് ഉണ്ടോ? സോഫ്റ്റ്വെയർ ഇവിടുന്ന് എടുത്ത് ഏത് ലാപ്ടോപ്പിൽ ഇട്ടാലും ആ സോഫ്റ്റ്വെയർ പോവും. വെയിറ്റ് ഉള്ള ലാപ്ടോപ്പിലും വർക്ക് ചെയ്യും, വെയിറ്റ് ഇല്ലാത്ത സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. എന്തിന്? നിങ്ങളുടെ ഫോണുകൾ ആ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, പല കമ്പ്യൂട്ടറിൻ്റെ അത്രയും ശക്തിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഫോണിലിരിക്കുന്നത്. അതിൽ കൺട്രോൾ ചെയ്യുന്ന ഏതാ? സോഫ്റ്റ്വെയർ. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാറിയാൽ അതിൻ്റെ കഴിവുകൾ മാറി. അതായത് നമ്മൾ ആക്ച്വലി സോഫ്റ്റ്വെയർസാണ്. സോഫ്റ്റ്വെയറിന് മരണമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദേഹിക്ക് മരണമില്ല. അപ്പോൾ എന്നേക്കുമായി നിൽക്കേണ്ട ഒരു സാധനമാണ്. ഇത് എഴുതപ്പെട്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഹസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇറ്റ് ഹസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. 2 ഓപ്ഷൻസേ ഉള്ളൂ. എന്നേക്കുമായി എവിടെ നിൽക്കണം എന്നുള്ളത്. നരകത്തിൽ നിൽക്കണോ അതോ സ്വർഗത്തിൽ നിൽക്കണോ? പക്ഷെ രണ്ടും എന്നേക്കുമുള്ളതാണ്. പിശാചിൻ്റെ മുദ്ര ഏൽക്കണോ അതോ യഹോവയ്ക്ക് വേണ്ടി നിൽക്കണോ? ഈ ചോയ്സ്. അതായത് നമ്മൾ വിചാരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നു. ഇല്ല, സീസറിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചു അല്ലേ? അപ്പോൾ സീസറിൻ്റെ മുദ്ര ഏറ്റവർ എങ്ങോട്ട് പോയി? വിശ്വാസികളാരെയും ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും അന്ത്യക്രിസ്തുവിൻ്റെ കാലം വരെ. ഇല്ല, സീസറിൻ്റെ മുദ്ര ഏറ്റവർ, അതനുസരിച്ചിട്ട് വീണ്ടും സഭയെ പോലെ ആരാധിച്ചവർ, അവർ സ്വർഗത്തിൽ കയറുമോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. സീസർ ദൈവമെന്ന് വിളിച്ച പറഞ്ഞവർ വീണ്ടും അതേ സഭകൾ അവരുടെ ബിസിനസ് എല്ലാം കൊണ്ട് അവർ ഏതൊക്കെ സഭയിൽ പോയി ആരാധിച്ചാൽ അവർ സ്വർഗത്തിൽ കയറുമോ? അതോ സീസർ ദൈവമല്ല എന്ന് ഉറക്ക വിളിച്ചോ പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടവർ അവർ കയറുമോ സ്വർഗരാജ്യത്ത്? നിങ്ങൾ ആലോചിക്കുക ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന്. അത് നമ്മൾ അങ്ങ് അവസാനം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഈ മുദ്ര പല രീതിയിൽ നമ്മുടെ നേരെ വരും. അന്ന് മുട്ടുമടക്കാതെ സ്വന്തം ജീവൻ പോയെങ്കിൽ പോയി, പക്ഷെ പിശാചിൻ്റെ മുദ്ര ഞാൻ ഏൽക്കുകയില്ല. എനിക്ക് സത്യദൈവമായ യഹോവയെ മാത്രം ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് നമ്മളെ യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഴുതപ്പെട്ടവരും നമ്മൾ വിളിക്കപ്പെട്ടവരും വിശ്വസ്തരും താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമെങ്കിൽ, കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവരെങ്കിൽ, നമ്മൾ ആ പിശാചിന് മുമ്പിൽ മുട്ടുകയില്ല. അങ്ങനെ മുട്ടുകുത്തുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഒരു കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ മുമ്പേ നമ്മൾ മുട്ടുകുത്തുകയുള്ളൂ. അതിനായി വിളിക്കപ്പെട്ടവർ നമ്മൾ. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. സമയം വളരെ അടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് തന്ന ഈ സമയത്തിന് ഈ നാഴികയ്ക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ വചനം അത് ഇരുതലയാവുന്ന വാള്, അത് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ എല്ലുകളിൽ, മജ്ജകളിൽ, ബിറ്റ്വീൻ ആ സോൾ ആൻഡ് ആ സ്പിരിറ്റ്, അത് നമുക്ക് ശക്തിയായി മാറുന്നു, അനുഗ്രഹമായി മാറുന്നു, വിടുതലായി മാറുന്നു, സൗഖ്യമായി മാറുന്നു. പക്ഷേ അപ്പോൾ അതിലെല്ലാം ഉപരി യഹോവ സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നു. അവൻ്റെ കുഞ്ഞാട് ആ സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നു. അവൻ്റെ രാജ്യത്വം വരുന്നു. എന്നേക്കുമായി ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും അവൻ്റെ രാജ്യങ്ങളായി മാറുകയും അവനിവിടെ ഭൂമിയിൽ വാഴുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ഏത് മൃഗം ഇറങ്ങിയാലും അതിനെല്ലാം മേലെ സ്വർഗങ്ങളിൽ വസിക്കുന്ന ഒരേ ഒരു കുഞ്ഞാടേ ഉള്ളൂ. ആ കുഞ്ഞാടിൻ്റെ മുമ്പിൽ ഇന്ന് നമ്മൾ മുട്ടുകുത്തുന്നു. അപ്പാ, പിശാചിന് മുന്നിൽ മുട്ടുകുത്താതിരിക്കാൻ, ദൈവവചനം നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുവാൻ, പിശാചിൻ്റെ മുദ്ര എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുദ്രയേറ്റവർ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവർ വിശ്വാസത്തിൻ്റെ തീയിൽ മുന്നോട്ട് പോകട്ടെ. അപ്പാ, അതിനുള്ള വാൾ നമുക്ക് തന്നു എന്നുള്ളത് എല്ലാം രക്തത്താൽ നമ്മൾ മുദ്രയിട്ടു. വചനം നമ്മുടെ ഇരുതല വാൾ അത് നമ്മുടെ വായിൽ മേലുണ്ട്. താൻ വിളിച്ചവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിശ്വസ്തരായി തന്നെ മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെ സഹായിക്കണമേ അപ്പാ. Thank you, my Father. Thank you for the word. Let your word be preached to every nation, to every person, to every tribe. And the call is going to each one of them. The time is near. Thank you, my Lord. In Jesus Christ, my dear Master's name we pray.